ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. ഇന്ന് നമുക്ക് അൺബോക്സിങ് വീഡിയോ ആണ്. പലർക്കും അൺബോക്സിങ് വീഡിയോ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇവളെ കൊണ്ട് ഹായ് പറയിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. ആൾ വാക്കുകൊണ്ട് ഹായ് പറയുന്നുണ്ടെങ്കിലും കൈ കൊണ്ട് ഹായ് പറയുന്നില്ല. യൂഷ്വലി അത് വരാറുണ്ട്, പക്ഷെ ഇപ്പോൾ ആ സൈലോഫോണിൻ്റെ സ്റ്റിക്ക് കയ്യിലിരിക്കുന്നതുകൊണ്ട് ആൾക്ക് എന്തോ ഒരു മൂഡില്ല. ആൾ സൈലോഫോണിൽ ഇങ്ങനെ പടുതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു February 1. ആ സമയത്തും അതിന് മുൻപായിട്ടൊക്കെ കിട്ടിയ ഗിഫ്റ്റുകളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഫ്രണ്ട്സിൻ്റെ ഒക്കെ പ്രോഗ്രാം വരുമ്പോഴാണ്, അല്ലെങ്കിൽ ബേബീസിന് ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ ബേബി ഷോപ്പിലൊക്കെ പോകുന്നത്. ഇപ്പം കുഞ്ഞിപ്പെണ്ണ് ഉണ്ടായതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് വെറുതെ എങ്കിലും ബേബി ഷോപ്പിൽ കയറി ഇറങ്ങിയൊരു ഹരമാണ്. അപ്പം തന്നെ അവിടെ കാണുന്ന ഓരോ പ്രോഡക്ട്സ് കാണുമ്പോഴും ഒരു പ്രത്യേക സന്തോഷമാണ്. ഭയങ്കര ക്യൂട്ടാണ് ഓരോന്നും കാണാനായിട്ട്. അപ്പം അങ്ങനെ അൺബോക്സിങ് വീഡിയോനോട് ഇഷ്ടം തോന്നുന്ന പലരും കാണും. അപ്പം അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഫസ്റ്റ് വൺ ഒരു സൈലോഫോൺ ആണ് കേട്ടോ. സൈലോഫോൺ അവൾക്കിപ്പോൾ അത് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഇത് കുഞ്ഞിപ്പെണ്ണിന് കിട്ടിയൊരു മ്യൂസിക്കൽ മാറ്റാണ്. അപ്പോൾ ഇതിൽ കുറേ ആനിമൽസിൻ്റെ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വെറുതെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആനിമൽസിൻ്റെ സൗണ്ട് വരും. അതുപോലെ തന്നെ ആ കീബോർഡ് 1 2 3 4 എന്ന് എഴുതിയേക്കുന്നിടത്ത് പ്രസ് ചെയ്താൽ ഓരോ ട്യൂൺസ് വരും. അപ്പോൾ ഇതൊക്കെ ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കുഞ്ഞിപ്പെണ്ണി മാറ്റിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നതാണ്. അന്നേരം എല്ലാ സൗണ്ടും കൂടെ ഒരുമിച്ച് വരും. ചിലപ്പോൾ ഇങ്ങനെ സൈഡിൽ മാറിയിരുന്ന് ഓരോന്നൊക്കെ ആയിട്ട് പ്രസ് ചെയ്യുന്ന കാണാം. ചിലപ്പോൾ ഈ മാറ്റ് മുഴുവൻ കമഴ്ത്തി ഇടുന്ന കാണാം. അതൊക്കെ ആളുടെ മൂഡ് അനുസരിച്ച് ഓരോന്നിനോടുള്ള പെരുമാറ്റത്തിലും വ്യത്യാസം വരും. ഇനി അടുത്തത് ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. ഇത് അവൾക്ക് കിട്ടിയൊരു ഫ്രെയിമാണ് കേട്ടോ. ഈ ഫ്രെയിമിനകത്ത് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫോട്ടോ ഉണ്ട്, അവളുണ്ടായ സമയം, അവൾ എവിടെയാണ് ഉണ്ടായത്. ഓൾറെഡി നിങ്ങൾ ഈ ഫ്രെയിം പലയിടത്തും കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ പേരൻസിൻ്റെ ഫോട്ടോ എല്ലാം കൂടി ബേസിക്കലി അവളെ ജാതകം മുഴുവൻ അതിനകത്തുണ്ട്. അപ്പോൾ അതിൽ കുഞ്ഞിൻ്റെ പടം കാണുമ്പോൾ അവളുടെ തന്നെ പടമാണ്, അതിനിങ്ങനെ ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ് എന്ന് പറഞ്ഞാൽ. ഇത് വിനി ദ പൂവിൻ്റെ ഒരു ടോയാണ്, സോഫ്റ്റ് ടോയ് ആണ്. നമ്മുടെ ഉള്ളിലൊരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞ പോലെ എന്നിലെ കുട്ടിക്ക് ഈ സോഫ്റ്റ് ടോയ് ഭയങ്കര ഇഷ്ടമാകുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അധികം ഈ ടോയ് കണ്ടിട്ടില്ല കേട്ടോ. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു പാവയുടെ കൈയുടെ അറ്റത്ത് മാഗ്നറ്റ് ആണ് കേട്ടോ. അപ്പോൾ അവളിപ്പോൾ പറക്കുന്ന കാണാം, കൈ അവിടെ നിന്ന് മാറ്റുന്ന കാണാം. സോ ഇത് ഇങ്ങനെ കണ്ണടച്ചിരിക്കും, നമ്മൾക്ക് വീണ്ടും അത് കൈ മാറ്റാൻ പറ്റും. വീണ്ടും ആ കൈ കണ്ണിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് അത് കണ്ണിൽ ഒട്ടിയിരിക്കും. അപ്പോൾ ഇങ്ങനെ നല്ല രസം. ഞാൻ ഇങ്ങനത്തെ ടോയ് അധികം കണ്ടിട്ടില്ല. ഇനി അടുത്തത് ഒരു ആനക്കുട്ടിയാണ്. അപ്പോൾ ആനക്കുട്ടീനെ പാട്ടുപാടി ഉറക്കുന്ന തിരക്കിലാണ് കുഞ്ഞിപ്പെണ്ണ്. ഇതും അവൾക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടോയാണ്. ഇടയ്ക്ക് ആളുടെ മൂഡ് അനുസരിച്ച് ഓരോ ടോയ്സും എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ചിലപ്പോൾ ഓരോന്ന് വലിച്ചു വാരി ഓരോ മൂലയ്ക്ക് ഇടും. അങ്ങനെയൊക്കെയാണ് ആളുടെ കാര്യങ്ങൾ. ഇനി ഈ ഹൈ ചെയർ, അതിൻ്റെ സൈഡിലിരിക്കുന്ന വാക്കർ, ഇതും അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. കണ്ടോ, ഹായ് പറയും. ഇടയ്ക്ക് മൂഡ് നന്നായിട്ട് വരുമ്പോൾ ആൾ ഹായ് പറയും. ഇല്ലെന്നുണ്ടെങ്കിൽ ഹായ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അപ്പം ഞാൻ ഇവളെ ഇരുത്തിയിട്ട് അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇദ്ദേഹമാണല്ലോ ബേസിക്കലി ഗിഫ്റ്റിൻ്റെ ഓണർ എന്ന് പറയുമ്പം. പക്ഷേ എത്രത്തോളം സഹകരിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഇടയ്ക്ക് ഹൈ ചെയറിലെ ബെൽറ്റ് ഒക്കെ ഊരി അത് പരിശോധിച്ച് ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടോ, ബെൽറ്റ് ഊരി അതിൻ്റേതായിട്ടുള്ള കുറേ ഫിറ്റിങ്ങും കാര്യങ്ങളിലൊക്കെ മുഴുകിയിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവിടെ സൈഡിൽ കിടന്നിരുന്ന ഒരു ചെറിയൊരു കീ കൊടുത്ത ഓടുന്ന ഒരു കോഴീനെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കോഴി പിന്നെ ജനിച്ച സമയം മുതൽ ആളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കണ്ടോ, മൂഡ് മാറി തുടങ്ങി. അതുകൊണ്ട് തന്നെ അൺബോക്സിങ്ങിന് നമ്മൾ ശ്രമിക്കും തോറും നടക്കുന്നില്ല. ഇനി നമ്മൾ ഡ്രസ്സുകളിലേക്ക് വരികയാണ്. എനിക്ക് അവൾ ഇരുത്തിയിട്ടാണ് അൺബോക്സ് ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷേ അൺബോക്സ് ചെയ്യാനായിട്ട് ആൾ തീരെ സഹകരിക്കുമെന്ന് തോന്നുന്നില്ല. ആളുടെ ക്ഷമയുടെ ഏകദേശം നെല്ലിപ്പലക എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ബീഡ്സോ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നോക്കി ഇരിക്കുമെന്നല്ലാതെ, അതൊന്നും ഇല്ലാത്ത ഡ്രസ്സാണെങ്കിൽ ആളെ വേഗം കയ്യിലെടുക്കും, താഴേക്ക് ഇടും. ഇങ്ങനെയാണ് ആളുടെ ഒരു പ്രത്യേകതരം അൺബോക്സിംഗ് എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കുഞ്ഞിപ്പെണ്ണിന് കണ്ടല്ലോ നിങ്ങൾ, ഡ്രസ്സ് എടുക്കുന്നു, താഴെ ഇടുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആൾക്ക് മടുത്തു. അമ്മാമ്മയും കുഞ്ഞിപ്പെണ്ണും കൂടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ വേറെ ആരുമല്ല, കോഴികളോടാണ് ഈ മിണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോഴി എവിടെ കണ്ടാലും ആൾക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. കോഴീനെ വിട്ടൊരു കളിയില്ല. അപ്പോൾ കോഴിപ്പോരിന് ഇറങ്ങിയേക്കാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ചെരുപ്പ് ഒന്നും ഇടാതെ ആളിങ്ങനെ നമ്മളെ മുറ്റത്തേക്ക് ഇറക്കി വിടുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കാല് വേദനിക്കുന്നു, പക്ഷേ ആൾക്ക് യാതൊരു കുഴപ്പമില്ല. തിരിച്ച് നമ്മൾ എടുക്കാൻ നോക്കിയിട്ട് ആൾ സമ്മതിക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ മണ്ണിലിരുന്ന് കളിക്കാനും തുടങ്ങി. ഇനി അടുത്തത് വണ്ടികളാണ്. കുഞ്ഞിപ്പെണ്ണിന് ഒന്നിലധികം വണ്ടികൾ കിട്ടിയിട്ടുണ്ട്. ഒരു വണ്ടി, ഒരു സൈക്കിളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തിൽ കയറിയിരുന്നാലും ടാറ്റ പോകാമെന്ന് പറയും. ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ ഈ വണ്ടികളൊക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് സമയം എടുക്കും. ഏകദേശം ഒരു 1.5-2 വയസ്സെങ്കിലും ആവുമായിരിക്കും. പക്ഷേ ആൾ ഇങ്ങനെ നമ്മൾ വണ്ടിയിലിരുത്തി ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കുന്ന സമയത്ത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഞാനിവിടെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, ചെറുതും വലുതായിട്ടൊക്കെ. അതുകൊണ്ടാണോ എന്നറിയില്ല,
എപ്പോഴും ടാറ്റ എന്നുള്ളൊരു വാക്കാണ് ആദ്യമായിട്ട് അവൾ പറഞ്ഞു തുടങ്ങിയതും ടാറ്റ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ടാറ്റ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കയ്യിലേക്ക് വീട്ടിലും പോകും ആൾ. അപ്പോൾ അതെ വണ്ടിയിലിരുന്ന് ആ മുഖത്തെ സന്തോഷം കണ്ടു. മറ്റേ ബൾബ്. അപ്പോൾ കുഞ്ഞിപ്പാത്തു അവളുടെ വഴിക്ക് പോയിട്ടുണ്ട്. ബാക്കിയുള്ള അൺബോക്സിങ് ചെയ്യുന്നത് ഞാനാണ്. ഇതൊരു ലൈറ്റ് ഒരു ക്രീം കളർ ഫ്രോക്കാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എപ്പോഴും ലൈറ്റ് കളേഴ്സ് പ്രത്യേകിച്ച് വൈറ്റ് ഒക്കെ ഇടുമ്പോൾ അവർക്കൊരു പ്രത്യേക ഭംഗിയാണ്, ഒരു പ്രത്യേക ക്യൂട്ട്നെസ് ആണ് എല്ലാ കുട്ടികൾക്കും. അതുപോലെ തന്നെ ഇത് ഷോർട്ട്സും ടോപ്പുമായിട്ടുള്ള ഒരു സെറ്റാണ്. ഇങ്ങനത്തെ കുറച്ച് സെറ്റ് കുഞ്ഞിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് മാത്രമായിട്ട് വന്നേക്കുന്ന സെറ്റ് ഉണ്ട്. എല്ലാം തന്നെ അവളുടെ സൈസിനേക്കാളും കുറച്ച് വലിയ സൈസാണ് കേട്ടോ. എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അത് കുട്ടികളുടെ സാധാരണ സൈസിനേക്കാളും വലിയ സൈസ് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ വളർന്നെത്തുന്നവരാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനം അവർക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും വലിയ സൈസ് കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചധികം നാളത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ കുഞ്ഞിന് കൊടുക്കുന്ന ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് സൈസ് ഔട്ടായിട്ട് അത് പിന്നെ ഒരു വേസ്റ്റായിട്ട് പോവും. കൂടുതലും കുഞ്ഞിപ്പാത്തുവിന് പിങ്ക് കളർ ഫ്രോക്സ് ഒക്കെ ആട്ടോ കിട്ടിയേക്കുന്നത്. സാധാരണ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്ന ഒരു കളർ പിങ്ക് ആണല്ലോ. അപ്പം കുഞ്ഞിപ്പെണ്ണിൻ കൂടുതൽ ഇവിടെ കിട്ടിയേക്കുന്നതും പിങ്ക് കളർ ഫ്രോക്സ് തന്നെയാണ്. ഇതൊന്നൊരു ഹക്കോബ ഫ്രോക്കാണ്, മറ്റേതൊരു ഡബിൾ ലെയർ ആയിട്ട് വരുന്ന പോലത്തെ ഒരു ഫ്രോക്കാണ്. ഇത് രണ്ടും സെയിം പാറ്റേണിലുള്ള ഫ്രോക്സാണ്, രണ്ടും രണ്ട് കളറാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഓരോ ഗിഫ്റ്റും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാം തന്നെ തന്ന വ്യക്തിയുടെ അധ്വാനത്തിൻ്റെ ഫലവും അതുപോലെ തന്നെ അവർക്ക് കുഞ്ഞിപ്പെണ്ണോടുള്ള ഒരു ഇഷ്ടത്തിൻ്റെ സൂചകം കൂടിയിട്ടാണ്. അപ്പോൾ ഗിഫ്റ്റ് തന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.